JRCM sir. എൻ്റെ പേര് രാധിക. ഞാൻ വഴിക്കുളങ്ങര സ്വദേശിയാണ്. RCM ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് സാറെ എടുക്കാൻ പോകുന്നത്. അറിയാവുന്ന രീതിയിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കാര്യം. ഇന്നത്തെ ദിവസം മെയ് 28 വേൾഡ് ഹൈജീൻ ഡേയാണ്. നമ്മള് എല്ലാവരും കേരളത്തില് അത്യാവശ്യം ഹൈജീൻ സെക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ പുറം രാജ്യങ്ങളിൽ കേരളത്തിന് പുറത്ത് പോയാല് അങ്ങനെ ഹൈജീൻ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഹൈജീൻ സെക്ഷൻ വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ആദരണീയനായ DCPയുടെ മകൾ പ്രിയങ്ക മാഡമാണ് ഇതിന്റെ ഒരു ഡെവലപ്പറായിട്ട് ഇരിക്കുന്നത്. അപ്പോ മാഡത്തിന്റെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്ന സമയത്ത് അവിടെ പണ്ട് മാഡം കണ്ട് മറന്ന അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ വരുന്ന ഹൈജീൻ സമയത്താണ് ഹൈജീൻ കൂടുതൽ പ്രാധാന്യം. അന്ന് ആ സമയങ്ങളിൽ പ്രാധാന്യം കണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ പുറകെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ലേഡീസ് വരാറുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിച്ചായിട്ട് മാഡം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റ് ആണ് കീസോൾ സെക്ഷൻ എന്ന് പറയുന്നത്. കീസോൾ എന്ന് പറയുമ്പോൾ അത് ആത്മാവിന്റെ എന്ന് വെച്ചാൽ അതിന്റെ ലോഗോ വന്നിരിക്കുന്നത് ലവ് യുവർ സെൽഫ് ഇൻസൈഡ് ഔട്ട്. നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പറയുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മളെ കാണുക, അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ കഴിവുകളും പോരായ്മകളും നമ്മൾ തന്നെ കണ്ടെത്തി കഴിവുകൾ കൂട്ടുക, പോരായ്മകളെ കുറയ്ക്കുക, അങ്ങനെ ഒരു സെക്ഷൻ. അതാണ് അതിന്റെ ഉദ്ദേശം. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചൊക്കെ തന്നെയാണ്. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേണ്ടിയാണ് ഈ സെക്ഷനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. അത് കുറേശ്ശെ നമ്മൾ അതിനെ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കീസോൾ പ്രോഡക്റ്റ് 4 തരം പ്രോഡക്റ്റുകളുണ്ട്. എന്ന് വെച്ചാല് ഒന്ന് ഹൈജീൻ ആണ്, രണ്ടാമത്തെ ലോണ്ടറീസ്, പിന്നെ ഗ്രോമിനി റേഞ്ച് കോസ്മെറ്റിക്സ്. ഈ 4 സെക്ഷൻ കീസോള്. നമ്മൾ കീസോൾ സെക്ഷൻ പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഉഡാൻ എന്നൊരു സെക്ഷൻ ചെയ്തിരിക്കണം എന്ന് പറയും. കാരണം ഇത് ഞാൻ ഇന്നലെ പെട്ടെന്ന് സാറ് പറഞ്ഞതാണ്. ഞാൻ ഉഡാനിൽ കയറി കുറെ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്ത് വെച്ചത് കൊണ്ട് ഞാൻ അതിന്റെ റെഫറൻസിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ട്രെയിനറായ മേഡം ഒക്കെ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വരുമ്പോൾ തന്നെ നമുക്കതൊരു നല്ലൊരു കാര്യമാണ്. എല്ലാവരും നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ അറിവിലൂടെ അല്ലെങ്കിൽ പഠനത്തിലൂടെ അവരുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് നമ്മളെ അറിയാൻ പറ്റും. അങ്ങനെ കുറച്ച് നല്ല നല്ല പ്രശ്നങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മേഡം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ക്ലാസ്സുകളുടെ അടിപൊളി ക്ലാസ്സാണ്. ആരും തിരിച്ചു പോകും, അത്രയ്ക്ക് നല്ല ക്ലാസ്സാണ്. പിന്നെ തിലക മേഡം ഷോപ്പില് ടൈമിൽ വന്നിട്ടുണ്ട്, അതുപോലെ 1-2 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. മാഡം നല്ല ടീച്ചറായിരുന്നു. അപ്പൊ മാഡത്തിന് നല്ലോണം കിട്ടാനായിട്ട് നമ്മൾ അറിയാവുന്ന രീതിയിൽ സാറിന്മാര് വരുമ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ പ്രോഡക്റ്റിലേക്ക് കിടക്കുന്ന സമയം ഉള്ളത് 1 മണിക്കൂറാണ് സമയം. പക്ഷെ എന്തായാലും ഞാൻ പറയാൻ പറ്റുന്ന അറിയില്ല, ഓൾറെഡി കവർ ചെയ്തു. ഹൈജീൻ പ്രോഡക്റ്റ് നമ്മുടെ ഹൈജീൻ പ്രോഡക്റ്റ് മൊത്തം 3 പാഡുകളുണ്ട്. ഒന്ന് റെഗുലർ പാഡ്, ലോങ് റെഗുലർ പാഡ്, പിന്നെ സൂപ്പർ കോഫി, പിന്നുള്ളത് സേഫ് ആൻഡ് ലോങ്. 3 പാഡുകളിൽ നമുക്ക് pH മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പാഡുകളാണ് നമുക്ക് വന്നത്. പിന്നെ അത് ബയോഡിഗ്രേഡബിൾ ആണ്. അത് മാത്രമല്ല ADL ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് പാഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അക്വിസിഷൻ ഡിസ്ട്രിബ്യൂഷൻ ലെയർ എന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ ആ നനവ് ഒരേ സ്ഥലത്തേക്ക്
നിൽക്കാതെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഒരു വെറ്റ്നെസ് ഫീൽ ചെയ്യാതെ ഡ്രൈനെസ് തരുന്ന ഒരു ടെക്നോളജി. പിന്നെ ഇതിൽ അമേരിക്കൻ പൾപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരങ്ങളിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പൾപ്പ്. അപ്പൊ അതും ഈ നമ്മുടെ ഇന്നർ സെൻസിറ്റീവ് സ്കിന്നിന് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് അബ്സോർബിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഡബിൾ ലെയർ ആണ് അതിൽ. ടോപ്പ് ലെയറിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണുള്ളത്. നടുക്കാണ് നമുക്ക് ഈ ADL ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് ലീക്കേജ് ഉണ്ടാവില്ല. പിന്നെ അതിൽ ജെൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജെല്ലൊന്നും ഇപ്പോൾ ഒട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി. പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും ഇൻഫെക്ഷൻ. ഇപ്പൊ എല്ലാ ലേഡീസും മറ്റേ യൂട്രസ് ക്യാൻസർ, ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ, അങ്ങനെ കുറെ ഈ ഹൈജീൻ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ മറ്റേ പുറത്തുള്ള ഉപയോഗിച്ചിട്ട് പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേശ്ശെ നമ്മുടെ ബോഡിയിലേക്ക് കടന്നിട്ട് നമ്മുടെ വെജൈനയിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്കത് അതിലേക്ക് ഇൻഫെക്ഷൻ വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കോട്ടൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ പണ്ടത്തെ കോട്ടൺ സ്റ്റൈലില്ല, ഇപ്പോഴത്തെ നമ്മുടെ കോട്ടൺ ഉപയോഗിക്കാം. അപ്പൊ അതിൽ നമുക്ക് അതിന് കുറച്ചും കൂടെ എഫക്റ്റ് ആയിരിക്കും. പിന്നെ 3 ഇതിലാണ് എക്സ്ട്രാ ലോങ് പാഡ് ചെയ്യുന്നത്. നമ്മൾ പീരീഡ്സിന്റെ 2 or 3 ദിവസങ്ങളിൽ ഫ്ലോ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ അത്യാവശ്യം തടിയുള്ള ആളുകൾക്ക് എക്സ്ട്രാ ലോങ് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത്തെ സൂപ്പർ കോൺഫിഡൻസ് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഫ്ലോ കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മളത് അങ്ങനെ വയ്ക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു പീരീഡ് ഉണ്ട് 7 ദിവസം എന്നുള്ള നമ്മുടെ ഒരു ബോഡി നേച്ചറാണ്. ചില ആളുകൾക്ക് കൂടുതലൊക്കെ ഇരിക്കാനനുസരിച്ച് നമുക്ക് യൂസ്ഡ് ആണല്ലോ. അപ്പൊ നമ്മളനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് സേഫ് ആൻഡ് ലോങ് ആണ്. സേഫ് ആൻഡ് ലോങ്ങിലൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആനിയോൺ സ്ട്രിപ്പ് ആണ്. ആനിയോൺ സ്ട്രിപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനാണ്. എന്ന് വെച്ചാല് ഈ ബ്ലഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വേസ്റ്റ് ദുർഗന്ധം ഉണ്ടാകും. അപ്പൊ ആ ദുർഗന്ധത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് ബ്ലഡുകളുണ്ട്. ചില സമയത്ത് നമുക്ക് കട്ടായിട്ട് ബ്ലഡ് അറിയാൻ പറ്റും. ആ ബ്ലഡ് നമ്മൾ അകത്തിരുന്നാൽ അടുത്ത മാസം വരെ നമ്മൾ അത് വേസ്റ്റ് ആയിട്ട് അവിടെ കിടക്കും. അതിന് വേസ്റ്റേജ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാഡാണ് സേഫ് ആൻഡ് ലോങ്. ഓക്കെ, അത് മാത്രമല്ല അതിൽ ഈ വൈറ്റ് ഡിസ്ചാർജ് മാറാൻ പാഡ് വെച്ചാൽ മതി കേട്ടിട്ടുണ്ട്. പിന്നെ പിരിമുറുക്കം ആളുകൾക്ക് പീരീഡ്സ് വരാത്ത ആൾക്കാർക്ക് അത് വെച്ചിട്ട് പീരീഡ്സ് വന്നതായിട്ട് അപ്പൊ ആ ഒരു സെക്ഷനിൽ 3 പാഡുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ഇന്റിമേറ്റ് വാഷാണ്. ഇന്റിമേറ്റ് വാഷ് എന്ന് പറയുമ്പോൾ ഇന്റിമേറ്റ് ഏരിയയിൽ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പോലത്തെ വാഷാണ്. അപ്പൊ നമുക്ക് ഇന്റിമേറ്റ് ഏരിയയിൽ എന്ന് പറയുന്നത് 3.5 മുതൽ 4.5 വരെയാണ്. നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത് സോപ്പിന്റെ pH 8 ആണ്. പിന്നെ നമുക്കിവിടെ ഡെർമറ്റോളജി ടെസ്റ്റഡ് പ്രോഡക്റ്റ് ആണ് ഇന്റിമേറ്റ് വാഷ് 3 പിന്നെ നമുക്കിതിൽ പ്ലാന്റ് ബേസ്ഡ് എക്സ്ട്രാക്റ്റ് ആണ്. പാരബൻ, ആൽക്കഹോൾ, സൾഫേറ്റ്, സിലിക്കോൺ ഫ്രീ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ നമുക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേനൽക്കാലാണെങ്കിലും മഴക്കാലാണെങ്കിലും നമ്മൾ എപ്പോഴും നടക്കുകയല്ലോ, കുറച്ചിരിക്കും, അത് കഴിഞ്ഞ ശേഷം വേർപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മള് വേർപ്പിനെ നമ്മള് വെറ്റാക്കി വെക്കണം. അപ്പൊ നമ്മള് എപ്പോഴും നമ്മള് നമ്മുടെ ഏരിയ ഡ്രൈ ആയിട്ട് ഇരിക്കും. അപ്പൊ ആ ഒരു ഡ്രൈനെസ്
കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കാം. പിന്നെ അതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടീ ട്രീ ഓയില്, അത് ആൻറ്റി ഫംഗൽ പ്രോഡക്റ്റ് ആണ്, ഇൻഫെക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ പുതിന, മിന്റ് ഉണ്ട്, അത് ദുർഗന്ധം അതൊക്കെ എന്ന് വെച്ചാൽ അത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കയ്യിൽ രണ്ട് തുള്ളി തേച്ചിട്ട് നമുക്ക് കാലിലും മുടിയിലൊക്കെ ചെയ്തിട്ട് നമുക്ക് വേറെ അതെല്ലാം പോകുന്നത് നമുക്ക് ഈ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ റോസ് വാട്ടർ നമ്മൾ ഉപയോഗിച്ച് കുളിക്കില്ല, അതുപോലെ വേണമെങ്കിൽ നമുക്ക് കുളിക്കാനും ഉപയോഗിക്കാം. മിന്റിൻ്റെതുള്ളതാണ് നന്നായിരിക്കും. പിന്നെ ലോട്ടസ് എക്സ്ട്രാക്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സ്വാഭാവിക ഈർപ്പം നിലനിർത്തുന്നു. പിന്നെ വൈറ്റമിൻ B5, അലൻജോയിൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കമ്പനികൾ ചേർക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. അത് ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ്, അണുബാധ ഒഴിവാക്കുന്നു, മുറിവുണക്കുന്നു, കോശങ്ങളെ വളർത്തുന്നു. നമ്മുടെ സ്കിന്നിലെ കോശങ്ങള് ഇടയ്ക്കിടയ്ക്ക് 30 ദിവസങ്ങൾ കൂടുമ്പോൾ സ്കിന്നിന്റെ മാറുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ എല്ലാ സ്കിന്നുകളും പുതിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കാൻ നമുക്ക് അറിയുന്നില്ല. എങ്കിലും അത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇന്റിമാഷ് മെൻ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് വുമണിന്റെ എല്ലാ കണ്ടന്റും അതിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് കൂടാതെ 2 എണ്ണം കൂടുതലുണ്ട്, ആലമുണ്ട്, സീബെക്ത്രോണും ഉണ്ട്. ആലം എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ബാക്ടീരിയൽ കണ്ടന്റ് ആണ്. പിന്നെ നമുക്ക് നാച്ചുറൽ ഡിയോഡറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഓപ്ഷനാണത്. പിന്നെ സീബെക്ത്രോൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രേഷൻ സ്കിന്ന്, നമ്മുടെ സ്കിന്ന് ഹൈഡ്രേഷൻ ആവാതിരിക്കാനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സീബെക്ത്രോൺ. അതിന് അണുബാധയെ ചെറുക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ന്യൂട്രിയൻ്റ് ഡെൻസ് ബെറി, അതൊരു ബെറിയിൽ നിന്നാണ് എടുക്കുന്നത്. അത് ഓവറോൾ ബോഡി ഇൻഫ്ലമേഷന് നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റേസറും കൂടി ഉണ്ട്. അത് വുമൺസ് റേസർ ഉണ്ടായിരുന്നു, അതും ജെൻസ് റേസറും ഉണ്ട്. അപ്പോൾ നമ്മൾ അതും നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം അത് ഡബിൾ ബ്ലേഡ് സുപ്പീരിയർ ഷേവിങ്ങിനുള്ള ഡബിൾ ബ്ലേഡ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചില ആൾക്കാർക്ക് അറിയാൻ പാടില്ല ഇങ്ങനൊരു സംഭവം കൂടി ഇതിലുണ്ടെന്ന്, അപ്പം അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ ഹൈജീൻ കഴിഞ്ഞു. ഇനി അടുത്തത് ലോഞ്ചറീസ് ആണ്. ലോഞ്ചറീസ് എന്ന് പറയുമ്പോൾ ഇന്നർ വിയറിന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലോഞ്ചറീസ്. അതിൽ പാൻറ്റീസും ഉണ്ട്, ബ്രായും ഉണ്ട്. അപ്പം നമ്മൾ ബ്രേസിയറിൻ്റെ കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും നമ്മുടെ അളവനുസരിച്ചിട്ട് നമ്മൾ മേടിക്കും. ചില ആൾക്കാർ അത് മറ്റുള്ളവർ പറയണനുസരിച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്യണത്. പക്ഷെ നമ്മൾ ആ ഉഡാൻ്റെ ക്ലാസ്സിൽ നമുക്കതിൻ്റെ അളവെടുക്കാനും അതിൻ്റെ ഒരുപാട് സെക്ഷൻ ഉണ്ട്, അത് പറഞ്ഞിട്ട് തീരില്ല. ഞാനിപ്പോൾ അതിൻ്റെ ഹെഡിങ് മാത്രം പറയാം. എന്ന് വെച്ചാൽ അത് അളവുകൾ ഓക്കെ 30 മുതൽ 40 വരെ ഉണ്ട്. പക്ഷെ അതിൽ ഒരു വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ ഈ ലോഞ്ചറീസൊക്കെ ലൈക്ര കോട്ടണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പ്രോപ്പർ ബ്രാ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പുറം വേദന, നടുവേദന, അല്ല ബാക്ക് പെയിൻ, മറ്റേ പെടലി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. ഭയങ്കര ഇറുകി ഇടരുത്. നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് ബ്രീത്തബിൾ ആയിട്ട് ഉപയോഗിക്കണം. എല്ലാവരും ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇട്ട് അങ്ങനെ അവിടെ ആ ഒരു ഇടുന്ന സ്ഥലത്തൊക്കെ വേദന എടുത്ത് അങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടിരുന്ന ഒരു സെക്ഷൻ ഉണ്ട്, നമുക്ക് ആളുകളുണ്ട് അങ്ങനെ. അപ്പം അവർക്കത് അങ്ങനെ ടൈറ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ അവർക്ക് ഒരു സുഖമില്ല. പക്ഷെ അങ്ങനെ ടൈറ്റ് ആവണേക്കാളും നല്ലത് കുറച്ചൊരു ലൂസായിട്ട് എയർ ടൈറ്റ് അല്ലാത്ത രീതിയിൽ വായു സംക്രമണം ഉള്ള രീതിയിൽ നമ്മളത് ഉപയോഗിക്കണം. പിന്നെ ഏതൊക്കെ മോഡലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈജീൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും നമ്മൾ ഋതുമതികളായ പെൺകുട്ടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ വുമൺ നമുക്ക് കൊടുക്കാം.
അവരുടെ എന്താ പറയുക ബ്ലഡിന്റെ ലെവല് കറക്റ്റ് ആക്കാൻ എനിക്ക് എടുക്കും. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് പറയാവുന്നവരാണ് ബിഗിനേഴ്സ് ബ്രാ ഉണ്ട്. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇട്ടാൽ മതി, പക്ഷെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഫ്രീ ചെയ്യും. അതിനുശേഷം അതിന്റെ നമ്മുടെ ടിഷ്യൂസുകളൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ പാഡുകളിലേക്ക് അല്ലെ ബ്രായുകളിലേക്ക് മാറാവുന്നതാണ്. പിന്നെ അതിൽ നമുക്ക് വേറെയും ഇഷ്ടംപോലെ ബ്രായസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. സ്പോർട്സ് ബ്രാ ഉണ്ട്, ഫുൾ കവറേജ് ബ്രാ, എവറിഡേ ബ്രാ, ക്യൂട്ട് ആൻഡ് സ്ലീവ് ബ്രാ ഉണ്ട്, പാഡഡ് ബ്രാ, മൗൾഡഡ് ബ്രാ, ക്രോസ് ഇലാസ്റ്റിക് ബ്രാ, പിന്നെ പുഷപ്പ് ബ്രാ, അങ്ങനെ ഒരു 5-6 കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അതൊരു വലിയൊരു ക്ലാസ് ആണ്. അതിപ്പോ ഞാൻ പറഞ്ഞാലും ശരിയാവില്ല, എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനും അറിയില്ല. അത് നിങ്ങൾ ഉഡാനിലൊക്കെ പോകുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും. അല്ലെങ്കിൽ നേഹ മാഡത്തിന്റെ യൂട്യൂബ് ചാനൽ എടുക്കുക, അതിൽ പാർട്ടുകളായിട്ട് മാഡം പറയുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് പാൻറ്റീസ് ആണ്. പാൻറ്റീസ് സാധാരണ പോലെ തന്നെ ഇത്രയും വെറൈറ്റീസ് ഇല്ല എങ്കിലും അതില് പല മോഡലുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ പ്രീമിയം പാൻറ്റീസ് ഉണ്ട്, ഔട്ടർ ഇലാസ്റ്റിക് ഉള്ളതുണ്ട്, ഇന്നർ ഇലാസ്റ്റിക് ഉള്ളതുണ്ട്, സാൻഡ്വിച്ച് ഇലാസ്റ്റിക് ഉള്ളതുണ്ട്. അപ്പോൾ ഇതിപ്പോ ഇന്നറും ഔട്ടറും എല്ലാവർക്കും അറിയാം, അകത്തും എലാസ്റ്റിക് അകത്ത് വെച്ചേക്കണതുണ്ട്, എലാസ്റ്റിക് പുറത്ത് വെച്ചേക്കണത്. ഇനി സാൻഡ്വിച്ച് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിയുടെ കൂടെ ചേർന്നിരിക്കുന്ന എലാസ്റ്റിക് ഉള്ള മോഡലാണ്. അപ്പൊ അങ്ങനെ ഈ പാൻറ്റീസ് നമുക്ക് 3 എണ്ണം ഒരു ബോക്സിൽ 3 എണ്ണമായിട്ടാണ് വരുന്നത്. അതാണ് ഇതില് ഈ പാൻറ്റീസിന്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ അത് സാധാരണ പോലെ തന്നെ ലൈക്ര കോട്ടൺ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ സെക്ഷനാണ് വ്യോമിനി പ്രോഡക്റ്റ്. വ്യോമിനി എന്ന് പറയുമ്പോൾ അത് മുരിങ്ങയാണ് കൂടുതൽ. മുരിങ്ങയുടെ എക്സ്ട്രാക്റ്റുകളാണ് നമുക്ക് അതിൽ വരുന്നത്. മുരിങ്ങ എല്ലാം നമുക്കറിയാം മുരിങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുമാത്രമല്ല നമുക്കിത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ നമ്മൾ ഇതിലും കുറച്ച് സെക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഹെയർ കെയർ ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്. അപ്പൊ വ്യോമിനിയില് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹെയർ കെയർ, സ്കിൻ കെയറിന്റെ കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ട്. അതില് നമുക്ക് ഞാൻ ഇന്ന് ഇത്തിരി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വെറൈറ്റി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ഹെയർ കെയർ ആണ്. ഹെയർ കെയർ എന്ന് പറയുമ്പോൾ 4 തരം ഹെയർ ഉണ്ട്. ഡ്രൈ ഹെയർ ഉണ്ട്, ഓയിൽ ഹെയർ ഉണ്ട്, കോമ്പിനേഷൻ ഹെയർ ഉണ്ട്, നോർമൽ ഹെയർ ഉണ്ട്. അതില് ഡ്രൈയും ഓയിലും നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഡ്രൈ ആയിരിക്കും, സ്കാൾപ്പ് ഓയിലി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോമ്പിനേഷൻ ഹെയറിൽ താരൻ വരാനുള്ള സാധ്യതയുണ്ട്. നോർമൽ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പരസ്യത്തിലേക്ക് കാണുന്ന പോലെ സിൽക്ക് ആൻഡ് സോഫ്റ്റ്. പരസ്യം കാണുമ്പോൾ അറിയാലോ, നല്ല ഇങ്ങനെ വിടർന്ന് തിളങ്ങി കിടക്കുന്ന മുടി, അങ്ങനെയൊക്കെ നോർമൽ. അങ്ങനെ എല്ലാവർക്കും അതുപോലെയാണ് ആഗ്രഹം. പക്ഷെ ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് നമ്മളതനുസരിച്ച് ചെയ്യാം. പിന്നെ ഹെയറിന്റെ ഒരു സെക്ഷൻ എന്ന് വെച്ചാല് ഹെയറിന് ലെയർ ഉണ്ട്. ലെയർ എന്ന് പറയുമ്പോൾ മെഡുല, കോർട്ടെക്സ്, ക്യൂട്ടിക്കിൾ. മെഡുല സാധാരണ ഹെയറിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊന്നും അങ്ങനെ ഇല്ലാത്ത ഒരു സെക്ഷനാണ് ഹെയർ. പിന്നെ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഓരോ മുടിക്കും കട്ടിയുള്ള മുടിയുള്ള ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാൽ ഓരോ മുടികളും എടുത്താലും നല്ല കട്ടിയായിരിക്കും, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. പിന്നെ ക്യൂട്ടിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് സോഫ്റ്റും മുകളിൽ തരികളും. എന്ന് വെച്ചാല് നമ്മൾ ഈ കുളിച്ച് തോർത്തുമ്പോൾ ക്യൂട്ടിക്കിൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ചില ആളുകൾക്ക് വരുന്ന നമ്മൾ ഡെയിലി യൂസ് ചെയ്യണതിൻ്റെ ഇതനുസരിച്ച് ക്യൂട്ടിക്കിൾ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായം കൂടുമ്പോൾ ക്യൂട്ടിക്കിൾ വരുന്ന ആളുകളുണ്ട്. പിന്നെ ചൂടുവെള്ളം, ഈ തലയിൽ ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഈ മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പിന്നെ ഡൈ ഉപയോഗിക്കുന്നവർക്ക് ക്യൂട്ടിക്കിൾ ഹെയർ ആണ് ഉണ്ടാവുക. പിന്നെ തോർത്ത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള തോർത്ത് എന്ന് വെച്ചാൽ ചില തോർത്തുകൾ പെട്ടെന്ന് ഡ്രൈ ആയിട്ടുള്ള തോർത്തുണ്ടാവും, ചില ടവലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ടവല് ഉപയോഗിച്ചാൽ
അങ്ങനെ ശീലമുള്ളവർക്ക് ഓക്കെയാണ്. പക്ഷെ ചില ടവൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം അങ്ങോട്ട് പോണ പോലെ നമുക്ക് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ തോർത്ത് ഉപയോഗിക്കാം. തോർത്ത് ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ് തോർത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കും. അത്രയേ ഉള്ളൂ അതിൽ വ്യത്യാസങ്ങൾ. പിന്നെ ഇതെല്ലാത്തിലും ഒരു കോമൺ ആയിട്ടൊരു അവയർനെസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് സ്കിൻ കെയർ ആണ്. ഇപ്പൊ ഹെയർ കെയർ പോലെ സ്കിന്നിനും നമുക്ക് ടൈപ്പുകളുണ്ട്. ഇതുപോലെ തന്നെ നോർമൽ, ഓയിലി, ഡ്രൈ, കോമ്പിനേഷൻ. പിന്നെ അഞ്ചാമത്തെയാണ് സെൻസിറ്റീവ് സ്കിന്ന്. ഡ്രൈ സ്കിന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, എണ്ണമയം ഇല്ലാത്ത സ്കിന്നാണ്. പിന്നെ നമുക്ക് ഓയിലി എപ്പോഴും എണ്ണയായിരിക്കും, നമ്മൾ മുഖം കഴുകിയാലും എണ്ണമയം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്കിന്ന്. പിന്നെ ഉള്ളത് കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഈ കുറച്ച് ഭാഗത്ത് ഡ്രൈയും കുറച്ച് ഭാഗത്ത് ഓയിലും ആയിരിക്കും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെറ്റി, മൂക്ക്, താടി അങ്ങനെയുള്ള സ്ഥലങ്ങള് ഓയിലി സ്കിന്നുള്ള ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് അത് കഴിഞ്ഞാലും അവരുടെ ആ ഒരു ഭാഗത്ത് പെട്ടെന്ന് ആ ഓയിൽനെസ് വരും. പിന്നെ കവിളുകൾ ഡ്രൈ ആയിരിക്കും. അങ്ങനെ ഉള്ള ഒരു സ്കിന്നാണ് കോമ്പിനേഷൻ സ്കിന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് ഓയിലി സ്കിന്നായിട്ട് മാറും. ശൈത്യകാലത്ത് അത് ഡ്രൈ സ്കിന്നായിട്ട് മാറും. അപ്പം അങ്ങനെ ഉള്ള ആളുകൾക്ക് ഇടയ്ക്ക് ഈ നമ്മുടെ മഴ വരുമ്പോൾ സ്കിന്ന് ഡ്രൈ ആയിട്ട് പൊട്ടണം, മാന്തി വരുമ്പോൾ സ്കിന്നിന് കളറൊക്കെ വരും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ. അപ്പം അത് അവരുടെ സ്കിന്ന് അങ്ങനത്തെയാണ്. പിന്നെ ഉള്ളത് സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്ന് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പാട് വരും. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു കൊതുകിനെ ഒന്ന് തല്ലി, അപ്പം അവിടെ ചുമന്ന് തണുത്ത് വരും. അതാണ് സെൻസിറ്റീവ് സ്കിന്ന്. പിന്നെ ഉള്ളത് അങ്ങനെയുള്ള ആളുകൾ ഈ ഡ്രൈനെസ്സും ഇച്ചിങ് ഒക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് വരും അത്. അപ്പം അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവര് സൺസ്ക്രീൻ ലോഷൻ പുരട്ടണം എന്നാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് വരും. ഇപ്പൊ കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഓഡോമോസ് പുരട്ടണ കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെ എൻ്റെ ചെറിയമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് ചില ആൾക്കാർ പുറകെ കൊതുക് നടന്നു കുത്തും. അപ്പൊ അവരുടെ സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ടാണ് അവരെ കൊതുക് ഇങ്ങനെ ഇതാക്കണത്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ ഓഡോമോസ് ഉപയോഗിക്കും. അപ്പൊ അതിന് പകരം നമ്മുടെ സൺസ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂൾ ഓയിൽ ഉണ്ട്, അത് സാറുമാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കൂൾ ഓയിൽ കൈമ പുരട്ടി കഴിഞ്ഞാൽ, മീൻസ് എവിടെയാന്ന് വെച്ചാൽ കാലുമേ കൊതുക് അടിക്കുന്ന സ്ഥലത്ത് പുരട്ടി കഴിഞ്ഞാൽ ആ ഒരു മണം കൊണ്ട് കൊതുകിൽ വരില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോ അതാണ് സെൻസിറ്റീവ് സ്കിന്ന്. പിന്നെ അങ്ങനെയുള്ള ആളുകള് മിനറൽ ബേസ്ഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് ഉള്ള സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കും. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കിന്നിന്റെ ലെയറാണ്. ഹെയറിന്റെ ലെയർ ഞാൻ പറഞ്ഞു, സ്കിന്നിന്റെ ലെയർ ഉണ്ട്. സ്കിന്നിന്റെ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കട്ടില്, കിടക്ക, ബെഡ്ഷീറ്റ്, അതാണ് അതിന്റെ സെക്ഷൻ. ഓക്കെ. അപ്പൊ എപ്പിഡമിക് ലെയർ ഉണ്ട്. എപ്പിഡമിക് ലെയർ എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് ആണെന്ന് വയ്ക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ബെഡ്ഷീറ്റ് ഇടയ്ക്കെടുത്ത് മാറ്റും, ഒരാഴ്ച കൂടുമ്പോൾ അതിനൊക്കെ മാറ്റും. അപ്പൊ നമുക്കത് മാറ്റാൻ പറ്റും. പിന്നെ എന്താണ് ഡെർമിക് ആണ്. പിന്നെ അഡെർമിക് ലെയർ എന്ന് പറയുമ്പോൾ ബെഡാണ്. ബെഡ് നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റില്ല. ഒരു പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബെഡ് ഷീറ്റല്ലേ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ഹൈപ്പോഡെർമിക് ആണ്, അത് കട്ടിലാണ്. അപ്പൊ 3 ലെയറാണ് നമ്മൾ ഈ സ്കിന്നിൽ. അപ്പൊ നമ്മൾ സ്കിന്നിൽ എന്ത് ചെയ്താലും ഈ 3 ലെയറിലും വരുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ അത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എപ്പിഡമിക് സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ മുകളിലത്തെ സ്കിന്ന് അപ്പൊ നമുക്ക് തൊടാൻ പറ്റുമ്പോൾ അത് നമുക്ക് സ്കിന്നിന്റെ 30 ദിവസം കൂടുമ്പോൾ സ്കിന്നിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് അത്
തൊലി പോയിട്ട് വേറെ സ്കിന്ന് വരും. അത് സ്കിന്ന് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും സ്കിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രായം കൂടുമ്പോൾ സ്കിന്നിൻ്റെ ചുളിവ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം കുട്ടികൾക്കാണെങ്കിൽ 30 ദിവസം, ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ 45 ദിവസം. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ക്രീമുകൾ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ ഒരു 2 മാസമെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇത് നമുക്ക് മെലാറ്റിൻ ഇതിലുണ്ട്, മെലാനിൻ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ വരുന്ന ഒരു സെക്ഷനാണ്. അപ്പം നമുക്ക് ഈ മുഖത്താണല്ലോ അത് എന്തെങ്കിലും വരുമ്പോൾ കുരു അങ്ങനെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഇതായതുകൊണ്ട് ഇവിടെയാണ് ആദ്യം വരുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം പിഗ്മെന്റേഷനൊക്കെ വരുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഈ സൂര്യതാപം ഉള്ളതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളും ക്യാൻസർ വരെ വരുന്ന നമ്മുടെ നാടാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ SPF 50+ ഉള്ള നമ്മുടെ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് ഡെർമിക് ലെയർ ആണ്. അത് നമ്മുടെ മിഡിൽ ലെയർ ആണ്. ഈ ഇലാസ്റ്റിക്കും ആൻഡ് ഫ്ലെക്സിബിൾ സ്കിൻ ഉള്ള സ്ഥലം. ഓക്കെ. എന്ന് വെച്ചാൽ ഈ വിയർപ്പ് ഗ്രന്ഥികൾ, ഈ ഇത് വിയർപ്പ് ഇതാക്കിയിട്ട് നമ്മൾ സെക്കൻഡ് ലെയറിലാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് ഫസ്റ്റ് ലെയറിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അറിയണത്. ഓക്കെ. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ബെഡ് പോലെ തന്നെ സങ്കല്പിക്കാം. അപ്പം നമ്മൾ ബെഡിലുള്ളത് മറയ്ക്കാൻ വേണ്ടി നമ്മൾ ബെഡ്ഷീറ്റ് ഇടുമല്ലോ. പക്ഷെ ഇതിലിപ്പോൾ നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ സെക്കൻഡ് ലെയറിലുള്ള പ്രശ്നങ്ങൾ ഫസ്റ്റ് ലെയറിലേക്ക് വരുമ്പോഴാണ് നമുക്കത് ദൃശ്യമാകുന്നത്. പിന്നെ ഉള്ളത് ഹൈപ്പോഡെർമിക് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ അത് കട്ടിയുള്ള സ്കിന്നാണ്. നമ്മൾ ഈ ഫാറ്റ് ഒക്കെ വരില്ലേ, അത് ആ ഒരു ലെയറിലാണ് വരുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഓവർ ഫാറ്റ് വരില്ലേ, തൊലിയുടെ അടിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അസുഖങ്ങൾ വരുന്നു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ മൂന്നാമത്തെ ലെയറിലാണ് നമ്മൾക്ക് അത് വരുന്നത്. അപ്പം ചിലപ്പോൾ അത് സക്ക് ചെയ്ത് കളയാൻ, ഓപ്പറേഷൻ ചെയ്ത് കളയാൻ ഒരു സെക്ഷൻ ഉണ്ടാകും. അതല്ലെങ്കിൽ ചിലർ സ്കിന്നിങ്ങനെ വേറെ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയും ഒരു സ്കിൻ ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ സ്കിന്നിനും ഭക്ഷണമുണ്ട്. അപ്പം നമുക്ക് അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൈര്, പിന്നെ റോ വെജിറ്റബിൾസ്, പ്രോട്ടീന്, ഗ്രീൻ ടീ, കറ്റാർവാഴ, പിന്നെ മുട്ടയുടെ മഞ്ഞക്കുരു, ലീഫി വെജിറ്റബിൾസ്, ജോയ് ബൈറ്റ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് സ്കിന്നിലേക്കും കൂടെ ബോഡി ആഗിരണം ചെയ്യും എന്നുള്ളതാണ് അതിൽ പറയണത്. പിന്നെ കറ്റാർവാഴ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആണ്. നമ്മൾ ഫേസിൽ പല ആപ്ലിക്കേഷൻസിലും കറ്റാർവാഴ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കേട്ട് പരിചയമുള്ളതാണ് എല്ലാവരും. പിന്നെ നമ്മുടെ അതിൽ മൾട്ടിപർപ്പസ് ക്രീമിൽ കറ്റാർവാഴ ഉണ്ട്. അപ്പം അത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ ഹെയർ കെയർ ഞാൻ പറഞ്ഞു. ഹെയർ കെയർ പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും പ്രോഡക്റ്റുകൾ പറയണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ലാസ് മാത്രം എടുത്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പ്രോഡക്റ്റിലേക്ക് കടക്കുമ്പോൾ ഹെയർ കെയറിന് നമുക്ക് മുരിങ്ങയുടെ തന്നെ ഹെയർ ഓയിൽ ഉണ്ട്, ഷാമ്പു ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്, ഹെയർ കെയർ സിറം ഉണ്ട്, ഹെയർ റിവൈവൽ കിറ്റ് ഉണ്ട്. ഓക്കെ. ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുരിങ്ങയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, തുളസിയുടെ എണ്ണ, റൈസ് ബ്രാൻ ഓയിൽ ചേർത്തിട്ടുണ്ട്, സൺഫ്ലവർ സീഡ് ഓയിൽ ഉണ്ട്. പിന്നെ ടോക്സിൻസിനെ പുറത്താക്കാനും മുടി കട്ടി മീൻസ് പൊട്ടിപ്പോകാതിരിക്കാനും താരൻ കുറയ്ക്കാനും വൈറ്റമിൻസും മിനറൽസും ഈ ഹെയർ ഓയിലിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അകാല നരയ്ക്കും നമുക്കൊരു ശമനം ഉണ്ടാക്കാനും മുരിങ്ങ ഹെയർ ഓയിൽ ഉപയോഗിക്കാം. പിന്നെ ഈ അടുത്തത് മുരിങ്ങ ഷാമ്പു ആണ്. മുരിങ്ങ ഷാമ്പു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതെല്ലാത്തിലും പാരബിൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് ഉള്ളത്. സിലിക്കോൺ ഇല്ല,
സൾഫേറ്റ് ഇല്ല. ഈ 3 സാധനങ്ങളും ഇല്ലാത്ത നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്ന മുരിങ്ങ സെക്ഷനിൽ. അത് ഷാമ്പൂലാണെങ്കിൽ pH ബാലൻസ് ഉള്ള ഷാമ്പു ആണ്. 4.5 ആണ് മുടിയുടെ pH. ഓക്കെ, അപ്പൊ pH-നനുസരിച്ച് ചെയ്താൽ നമുക്ക് മുടി പൊട്ടിപ്പോവില്ല, കരുത്തുള്ള മുടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മുരിങ്ങ ഷാമ്പു എല്ലാ ടൈപ്പ് ഹെയറിനും നല്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹെയർ ടൈപ്പുകൾ. അപ്പൊ ഏത് ടൈപ്പ് ഹെയർ ആണെങ്കിലും നമുക്ക് മുരിങ്ങ ഷാമ്പു ഉപയോഗിക്കാം. പിന്നെ കണ്ടീഷണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുള്ള എല്ലാ പൊടികളും പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുടികൾക്കും ഫേസിനും ഒക്കെ നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞാൽ സുഷിരങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൊടിയും ചെളിയൊന്നും വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മുടി ഫുള്ള് കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷണർ ഇട്ടില്ലെങ്കിൽ ഈ മുടിയുടെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോയാൽ നമ്മുടെ ആ പുറത്തുള്ള പുകയും വായുവും അഴുക്കും ഒക്കെ നമ്മുടെ മുടിയിലേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ മുടി കട്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്കത് പിന്നെ അത് എന്താ പറയാ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് തലയിൽ. പൊടിയും ചെളിയൊക്കെ ഇരിക്കുമ്പോൾ അത് കളയാനുള്ള നമ്മൾ ഷാമ്പു ഉപയോഗിക്കണം. അപ്പൊ ആ ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം ഒരു കണ്ടീഷണർ നമ്മൾ മുടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം കഴുകി ഒന്നുകൂടെ കളയാം. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നനഞ്ഞ ഇതാണ്. പക്ഷെ എന്നാലും അതിൽ കൂടെ നമുക്ക് ഈ ഒരു കണ്ടീഷണറും കൂടെ ചെയ്തിട്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത അഴുക്ക് പിന്നെ നമ്മുടെ തലയൊക്കെ തന്നെ വരും. പിന്നെ നമുക്ക് 4ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഹെയർ കെയർ സിറമാണ്. അപ്പൊ ഹെയർ കെയർ സിറം എന്ന് പറയുമ്പോൾ ഇതിപ്പോ നമുക്ക് മുകളിലത്തെ സ്കാൽപ്പിലും സ്കിന്നിലും ഉള്ള ഒരു ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഹെയർ കെയർ സിറം എന്ന് പറയുമ്പോൾ മുടിയുടെ 3 സ്റ്റേജിലും ആവശ്യമുള്ള പോഷകങ്ങൾ ഉൾക്കൊള്ളുന്ന സിറമാണ്. ആദ്യം നമുക്ക് ഈ ഹെയർ കെയർ സിറം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഫേസ് കെയർ സിറം വന്നു. അതിനുശേഷം ഇപ്പോൾ ഹെയർ കെയർ റിവൈവൽ കിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിൽ നമുക്ക് ഹെയർ കെയർ സിറം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുള്ളത് റോസ്മേരി ഓയിൽ ഉള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില റോസ്മേരി ഓയിൽ മാത്രം തലയിൽ സ്പ്രേ ചെയ്തിട്ട് മുടി വളരാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്കിത് നമ്മുടെ ഹെയർ കെയർ സിറത്തില് റോസ്മേരി ഓയിൽ ഉണ്ട്, ജജോബ ഓയിൽ ഉണ്ട്, ലാവൻഡർ ഓയിൽ ഉണ്ട്, ഒണിയൻ സീഡ് ഓയിൽ ഉണ്ട്, പിന്നെ മാതള നാരങ്ങയുടെ സത്ത്, കയ്യോന്നി, ഉലുവയുടെ എക്സ്ട്രാക്ട്. ഇത്രയും സാധനങ്ങൾ ആ ഹെയർ കെയർ സിറത്തിലുണ്ട്. സാധനം ഒരു കുഞ്ഞു കുപ്പിയാണ്. കാരണം സിറം ആയതുകൊണ്ട് 1-2 തുള്ളി ഉപയോഗിച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഉപയോഗിച്ചിട്ട് കിടന്നാൽ രാവിലെ എണീറ്റ് കുളിക്കുമ്പോൾ അത് മുടിയിൽ പിടിക്കും. അപ്പം അങ്ങനെ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ്. പിന്നെ നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ, ഹെയറിൻ്റെ ബ്ലഡ് സർക്കുലേഷന്, ഡാൻഡ്രഫ്, മുടി കൊഴിച്ചിൽ, പ്രീമേച്ചർ ഏജിങ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ജോജോബ ഓയിൽ എല്ലാവർക്കും അറിയാം, ഒരു നല്ല മെഴുക് പോലത്തെ സംഭവമാണ്. അതിൽ നമുക്ക് വടക്കേ അമേരിക്കയിൽ നിന്നുള്ള കുറ്റിച്ചെടിയുടെ വിത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ദ്രാവകമാണ് ജോജോബ ഓയിൽ. അല്ലെങ്കിൽ വിറ്റാമിൻ ഇയും ബി കോംപ്ലക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കോൾഡ് പ്രസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ജോജോബ ഓയിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ലാവൻഡർ ഓയിൽ എന്ന് പറയുമ്പോൾ ലാവൻഡർ ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഓണിയൻ സീഡ്, നമുക്കറിയാം സവാളയുടെ ഉള്ളിയുടെയോ എന്തെങ്കിലും എടുക്കുന്ന വിത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണ. പിന്നെ അടുത്ത 5ാമതെന്ന് വെച്ചാൽ ഹെയർ റിവൈവൽ കിറ്റാണ്. ഹെയർ റിവൈവൽ കിറ്റിൽ മുടി കൊഴിച്ചിൽ, കഷണ്ടി എന്നിവയ്ക്ക് ഉള്ള ഒരു നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ അർജുൻ സാറ് സ്വന്തം തലയിൽ പരീക്ഷിച്ചിട്ട് വിജയിച്ച ഒരു സംഗതിയാണ്. സാറിന് കഷണ്ടി ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് ആദ്യം കാണുന്ന ആൾക്ക് അറിയാൻ പറ്റും. അപ്പൊ സാറിന് കഷണ്ടി സാറ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടതാണ്, മീൻസ് യൂട്യൂബിലൂടെ കണ്ടതാണ്. സാറ് തലയിൽ തേച്ച് അത് മുടി വളർന്ന ഒരു തെളിവ് സാറ് സ്വയം കാണിച്ചു തന്നതാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ സ്വയം പരീക്ഷിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അത് നമുക്ക് നല്ലൊരു മാതൃകാപരമായൊരു കാഴ്ചയായിരുന്നു.
അപ്പൊ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് നാല് ഇൻഗ്രീഡിയൻറ്റ് ഒരു പാക്കറ്റിൽ 4 സെക്ഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഹെയർ ഓയിൽ തരുന്നുണ്ട് അവർ, ഹെയർ സിറം തരുന്നുണ്ട്, പിന്നെ ഹെയർ ടാബ്ലറ്റ് ഉണ്ട്, ഹെയർ ഷാമ്പു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് സംഗതി പറഞ്ഞാലും ആദ്യം പറയണത് നമ്മൾ വയറിളക്കിയാലാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ടോക്സിൻസും പോണേന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നമ്മുടെ ബോഡി മീൻസ് നമ്മുടെ ശീലങ്ങൾ മാറി, അല്ലെങ്കിൽ അത് ശരിയല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടാബ്ലറ്റുകളും ഈ സിറമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുടി വന്ന ആളുകളുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ്. കഷണ്ടി ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷിക്കാം. ഓക്കെ. പിന്നെ അത് കെരാറ്റിൻ പ്രോട്ടീൻ അതിലുണ്ട്, ബ്രഹ്മി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ആംല ഉണ്ട്, അനഗെയിൻ ഉണ്ട്. അനഗെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ വികസിപ്പിച്ച ഓർഗാനിക് പയർ മുളയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ടീ ട്രീ ഓയിൽ ഉണ്ട്, അത് ആൻറ്റി മൈക്രോബിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഫംഗസിന് തലയോട്ടിലും ഫംഗസ് ഉണ്ടാകും, അപ്പോൾ തലയോട്ടിലെ ഫംഗസിന് മാറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റേ സ്ഥലത്തിലുള്ള പോലെ റോസ്മേരി ഉണ്ട്, ജോജോബ ഓയിൽ ഉണ്ട്, ഭൃംഗരാജും മുരിങ്ങയും ചേർത്തിട്ടുണ്ട്, പിന്നെ അയേണും സിങ്കും ഒക്കെ അതിലടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇനി 4ാമത്തെ സെക്ഷനാണ് കോസ്മെറ്റിക്സ്. കോസ്മെറ്റിക്സ് വരുമ്പോൾ അതിൽ സ്കിൻ കെയർ തന്നെയാണ്. അതിലിപ്പോൾ നമുക്ക് റുട്ടീൻ വേണം എന്നാണ് നമ്മുടെ സാർമാർ പറയണത്. നമ്മൾ പണ്ടൊക്കെ രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അമ്പലത്തിലൊക്കെ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങാറുണ്ട്. ഇപ്പം നമ്മളതൊന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ മുഖം അല്ലെങ്കിൽ ബോഡി ആണെങ്കിലും നമ്മൾ കുളി കഴിയുമ്പോൾ നമ്മുടെ ആ സ്കിന്നിൻ്റെ സുഷിരങ്ങളൊക്കെ തുറന്നിട്ടുണ്ടാവും. അപ്പോൾ ആ തുറന്നിരിക്കുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ആ സ്കിന്നിൽ നമുക്ക് അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് നേഹ മാഡം പറയണത് നമ്മളൊരു ബേസ് മേക്കപ്പ് ചെയ്യണം എന്നാണ്. ബേസ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു സ്കിന്നിൻ്റെ റുട്ടീൻ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ക്ലെൻസറാണ്, പിന്നെ ടോണറാണ്, പിന്നെ സിറം ഉണ്ട്, പിന്നെ മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ സൺസ്ക്രീൻ ലോഷൻ ഉണ്ട്. 5 സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് വളരെ നീറ്റ് ആൻഡ് ഷൈനായിട്ടിരിക്കും. അതുപോലെ ആൻറ്റി ഏജിങ് നമുക്ക് തടയും. ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് വാഷാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ സോപ്പാണ് ഉപയോഗിക്കണമെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് മാത്രം കഴുകുന്നവരുണ്ട്. അപ്പം അങ്ങനെ ആദ്യം മുഖം കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് ടോണറാണ്. ടോണർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഗ്ലോ അപ്പ് ഡിലൈറ്റ് ഉണ്ട്. ഇതാണ് ടോണർ. ആ ഗ്ലോ അപ്പ് ഡിലൈറ്റ് നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം. പിന്നെ സിറം അതിന് ശേഷം ഉപയോഗിക്കാം. പക്ഷേ സിറം എന്ന് പറയുമ്പോൾ ഡേ സിറം ഉണ്ട്, നൈറ്റ് സിറം ഉണ്ട്. അത് നമ്മുടെ സ്കിൻ അനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ രാവിലെയും അത് നമുക്ക് മറ്റേ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പിന്നെ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് മുരിങ്ങ ക്രീം ഉണ്ട്, അത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ സൺസ്ക്രീൻ ലോഷൻ ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ സൺസ്ക്രീൻ ലോഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു പ്രോഡക്റ്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ എല്ലാ സ്കിന്നിനും പറ്റിയ ടൈപ്പാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു പല സ്കിന്നുകളുണ്ട്, ആ സ്കിന്നിന് എല്ലാത്തിലും പറ്റിയ ടൈപ്പാണ്. പിന്നെ ഒരു സെക്കൻഡ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം. പിന്നെ ഗ്ലോ അപ്പ് ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ കുളി കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ നമ്മളൊരു മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ മുഖം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം സ്പ്രേ അടിക്കണം. ആ ഡിലൈറ്റ് ഗ്ലോ അപ്പ് ഡേ അടിക്കുമ്പോൾ സുഷിരങ്ങളിലേക്ക് ചെന്നിട്ട് സുഷിരങ്ങൾ ഫില്ല് ചെയ്യും. ഓക്കെ. അപ്പം അതിൽ നമുക്ക് ഇത് സ്കിൻ ടൈറ്റനിങ് നല്ലതാണ്, ആഫ്റ്റർ ഷേവ് ലോഷനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇടയ്ക്ക് 1-2 പ്രാവശ്യം മീൻസ് ദിവസത്തിൽ 1-2 പ്രാവശ്യം ഇത് ഉപയോഗിക്കാം. മുഖക്കുരു ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ മുഖത്ത് കുഴികൾ ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും, പ്ലെയിൻ അല്ലാത്ത, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സംഭവം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നമുക്ക് നേരിട്ട് അടിക്കാം. ഓക്കെ. പിന്നെ അത് വാട്ടർ പ്രൂഫാണ്. പിന്നെ സിറം എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ 2ാമത്തെ ലെയറിലേക്ക് കടന്നു പോകുന്നതാണ് സിറം. മറ്റേ ആദ്യത്തെ ലെയറിൽ നമുക്ക്
കാണാനും തൊടാനും പറ്റുന്നതാണ്. രണ്ടാമത്തെ ലെയറിലേക്കാണ് സിറത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. 100% നാച്ചുറൽ ആണ്, കെമിക്കൽസ് ഒന്നും ഇല്ല. പിന്നെ ഈ ഡേ സിറത്തിലും നൈറ്റ് സിറത്തിലും തവിട് എണ്ണ ഉണ്ട്, സൂര്യകാന്തി എണ്ണ, നെല്ലിക്ക, മഞ്ഞള്, ആര്യവേപ്പ്, അലോവേറ, അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ്. നമുക്ക് മുരിങ്ങ ക്രീം തന്നെ ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് മറ്റേ അലോവേര ക്രീം ഉണ്ട്, പക്ഷെ ഇതിനേക്കാളും നല്ലത് മുരിങ്ങയുടെ എക്സ്ട്രാക്ട് ഉള്ള ക്രീം തന്നെയാണ്. പിന്നെ സൺസ്ക്രീൻ ലോഷൻ എന്ന് പറയുമ്പോൾ UVA പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ ക്യാൻസർ, പിന്നെ വെയിലത്ത് നമ്മൾ കുറെ പോയിട്ട് ആൾക്കാർ പൊള്ളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കയ്യിലും കൈത്തണ്ടയിലും ഒക്കെ നമുക്ക് ഈ സൺസ്ക്രീൻ ലോഷൻ, ബോഡി ലോഷൻ പോലെ ഉപയോഗിച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ ഇറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അത് ഉപയോഗിക്കണം. അപ്പം തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ സമയം അനുസരിച്ച് നമ്മൾ ചെയ്യണം. പിന്നെ വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ് ഇതെല്ലാനും. നമ്മൾ മൃഗക്കൊഴുപ്പുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഈ വീഗൻ പ്രോഡക്റ്റ് പോലെ തന്നെ ഇത് വെജിറ്റേറിയൻ ആണ്. പിന്നെ BB ക്രീം എന്ന് പറയുമ്പോൾ അത് SPF 50. അത് ഞാനിവിടെ ഞാൻ ഇന്നത്തെ ഡ്രസ്സിങ്ങിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വച്ചിട്ടുള്ളൂ. ഇത് BB ക്രീം ഞാൻ ഇന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മീഡിയം 3 രീതിയിലുണ്ട്. മീഡിയം ഉണ്ട്, വാം ഉണ്ട്, ലൈറ്റ് ഉണ്ട്. പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആകുമ്പോൾ ചില ആൾക്കാർ പാർട്ടീസിൽ വരുമ്പോൾ ഫൗണ്ടേഷൻ ക്രീം ഉപയോഗിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് കുറച്ച് നേരം കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ആ ഫൗണ്ടേഷൻ ക്രീമിൽ പാർട്ടി വെയർ ആണ്, അത് വാട്ടർ പ്രൂഫ് ആണ്, അതിലും നമുക്ക് SPF ഉണ്ട്. പിന്നെ കോമ്പാക്ട് പൗഡർ, അതിലും SPF ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മുടെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. കോമ്പാക്ട് പൗഡർ ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത് കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ഐ ഷാഡോ ആണ്. ഐ ഷാഡോ എന്ന് പറയുമ്പോൾ 12 ഷെയ്ഡിൽ ഈ സിനിമയുടെ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാർക്ക് കണ്ണിൻ്റെ മുകളിൽ പറ്റൂലേ, ഈ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ട് അത്രേ ഉള്ള രീതിക്കൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. പക്ഷെ ഒരു കല്യാണത്തിൻ്റെ സെക്ഷനിൽ ഇപ്പം മേക്കപ്പ് അല്ലെങ്കിൽ ഈ ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. 12 ഷെയ്ഡ് ഉണ്ട്, നാച്ചുറൽ കളേഴ്സ് ആണ്. പിന്നെ ഉള്ളത് ഐലൈനർ ആണ്. അത് ഇതാണ് ഐലൈനർ, കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഐലൈനർ ഇത് ലിക്വിഡ് ഐലൈനർ ആണ്. അതിൽ കണ്ണാണ്, അപ്പം അതുകൊണ്ട് ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ അതെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ അതിൽ അലൻജോയിൻ ഉണ്ട്, സാന്താൻ ഗം ഉണ്ട്, അപ്രൂവ്ഡ് പേൾസ് ഉണ്ട്, കാസ്റ്റർ ഓയിൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആവണക്കണ്ണ, പണ്ട് കൺമഷി ഉപയോഗിച്ചിരുന്ന ആവണക്കണ്ണ ഒഴിച്ച് കരി പിടിപ്പിച്ച് അത് ചാലിച്ചിട്ടൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്പ്രെഡ് ചെയ്ത് പോകുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാനും മാറ്റിയിട്ട് ഈ നമ്മുടെ വിസ്കോസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ദ്രാവകം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്കിത് വരുന്നത്. അത് മാത്രമല്ല ഇത് വാട്ടർ പ്രൂഫാണ്, പെട്ടെന്നൊന്നും പോവില്ല. ഓക്കെ, പിന്നെ കണ്ണ് എഴുതുമ്പോൾ കണ്ണിൻ്റെ പീലികൾക്ക് ബലത്തിനും അതിൻ്റെ പീലികളുടെ സംരക്ഷണത്തിനും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മസ്കാരയിൽ ഇലഞ്ഞി മരത്തിൻ്റെ ഓയിലാണ് മസ്കാരയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് എണ്ണ തേച്ച് നേർപ്പിച്ചിട്ടാണ് അത് ഉപയോഗിക്കുക, നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അത് പീലികൾക്ക് മസ്കാര ഉപയോഗിച്ചാൽ അത് പീലി അവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്, സ്ലിം മാറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്, ലവ് ഫെസ്റ്റ് ലിപ്സ്റ്റിക് ഉണ്ട്, 3-in-1 ടിൻറ്റ് ഉണ്ട്. അതിൽ 3-in-1 ടിൻറ്റ് ഇതാ എൻ്റെ കയ്യിലുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ലിപ്സ്റ്റിക് ആയിട്ട് ഇടാം, നമ്മുടെ ഇവിടെ കവിളത്ത് നെറ്റിക്കൊക്കെ എന്തെങ്കിലും മറ്റേ സംഭവം പോലെ ഉപയോഗിക്കാം. പിന്നെ നമുക്കത് അത്യാവശ്യം ഈ ലൈനർ പോലെ ഇടാനും പറ്റും. പിന്നെ മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ്. അതിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞാലും ഒക്കെ എപ്പോഴും നമുക്ക് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതൊക്കെ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ രാവിലത്തെ ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ മുഖം പിന്നെ ഫേസ് വാഷും
അല്ലെങ്കിൽ സോപ്പ് ഇട്ട് കഴുകാതെ മേക്കപ്പ് റിമൂവർ വൈസ് ഉപയോഗിച്ച് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം. അതിലും ഈ പറഞ്ഞ ഒലീവ് ഓയിൽ, വൈറ്റമിൻ ഇ, അത് pH ബാലൻസ്ഡ് ആണ്. കൊറിയൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. കൊറിയൻ ടെക്നോളജി ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം കൊറിയയിലെ ലേഡീസിനെയൊക്കെ കൊടുക്കത്ത് എളുപ്പമാണ്. അത് നമുക്ക് കണ്ടറിവുള്ളതാണ്. അപ്പം നമുക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മളും അത്യാവശ്യം വെളുത്ത് വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഔദ ഓയിൽ എന്നൊരു സംഭവം അതിലുണ്ട്. എന്ന് വെച്ചാൽ റെയർ ലക്ഷൂറിയസ് പെർഫ്യൂം ഇൻഗ്രീഡിയൻസ് ഫ്രം അക്വിലേറിയ വുഡ്, അങ്ങനെയാണ് അത് യൂട്യൂബിൽ കാണുന്നത്, അല്ലെ ഗൂഗിളിൽ കാണുന്നത്. അത് നമുക്ക് ആസാമിലും സൗത്ത് ഏഷ്യയിലും ഉള്ള സ്ഥലങ്ങളിലാണ് അത് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഉള്ള സംഭവങ്ങൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കീസോളിൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഉള്ളത് നെയിൽ പെയിന്റ് റിമൂവർ ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ നമ്മൾ നെയിൽ പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ റിമൂവേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിന് പകരം നമ്മുടെ നെയിൽ പെയിന്റ് റിമൂവറിൽ വൈറ്റമിൻ ഇ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, അസറ്റോണും ആൽക്കഹോൾ ഫ്രീ ആണ്, നഖത്തിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ്, കെമിക്കൽ ഫ്രീ ഫോർമുലയാണ്, നോൺ സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നഖത്തിനും എല്ലാത്തിനും ബലം വേണമല്ലോ. അപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് ഉപയോഗിച്ചാലും നമ്മൾ നല്ല സാധനങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നെയിൽ പോളിഷ് എന്നൊരു 45 ഷെയ്ഡുകൾ ഉണ്ട്. അതിലും ഈ പറഞ്ഞ കുറച്ച് ഇതുണ്ട്, പല രീതിയിലുള്ള 2-3 ടൈപ്പ് ഉണ്ട്. അതിൽ ടോക്സിൻ ഫ്രീ ആണ്, ആൽമണ്ട് ഓയിൽ ഉണ്ട്, ബ്രീത്തബിൾ, അതിപ്പോൾ അറിയാമല്ലോ, ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ഫേഷ്യൽ കിറ്റ് ആണ്. നമുക്ക് അത്യാവശ്യം ഒന്നുകിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു തരാണെന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ എളുപ്പ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൽ ഒരു 5 ബോക്സ് ഉണ്ട്. 5 ബോക്സിൽ ഓരോ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ ഓരോന്നിലും നമ്മൾ ചെയ്യേണ്ട സംഗതികൾ നമ്മൾ അതിലൊരു എന്താ പറയുക, ബുക്ക്ലെറ്റ് പോലെ ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നേഹ മാഡത്തിൻ്റെ ഉഡാനിൽ കയറുക. ഞാൻ കുറച്ച് 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. ആര്യവേപ്പ്, മഞ്ഞൾ, B1 മുതൽ B12 വരെയുള്ള എല്ലാ വിറ്റാമിൻസും അതിലുണ്ട്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മുരിങ്ങ സ്ക്രബ്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ സ്ക്രബിങ് ഇടയ്ക്കൊന്ന് ചെയ്യണം എന്നാണ് പറയണത്. കാരണം എപ്പോഴും നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുഖം ക്ലീൻ ആകും, പക്ഷെ മുഖത്ത് തരികൾ ഉണ്ടാവും. ഇപ്പോൾ ടാനുകളൊക്കെ, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറാനായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഈ സാധനം ഉപയോഗിക്കാതെ, പക്ഷെ നമ്മൾ അറിയില്ല. എന്നാലും ഒരു തരി പോലെയുള്ള സംഭവം നമ്മുടെ മുഖത്തേക്ക് കൂടെ കയറി ഇറങ്ങി പോണതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് പറയണത്. അത് ആൻറ്റി ഏജിങ് നല്ലതാണ്. പിന്നെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിന് എപ്പോഴും സ്കിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ പുറത്ത് തൊലി പോകുമ്പോൾ നമ്മളത് കളയുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. പിന്നെ മുരിങ്ങ സോപ്പ്, അതിൽ പാല്, തേന്, വൈറ്റമിൻ ഇ, പിന്നെ നല്ലൊരു ഷേപ്പ് ഉള്ളൊരു സോപ്പും കൂടിയാണ്. പിന്നെ ലിപ് ബാം എന്ന് പറയുമ്പോൾ അത് 4 തരത്തിൽ ലിപ് ബാം ഉണ്ട്. ലിപ്സ്റ്റിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ലൈറ്റ് കാണുമ്പോൾ ഭംഗിയുണ്ട്, പക്ഷെ ഒന്നും കാണാനും പാടില്ല, അങ്ങനത്തെ കുറേ പിള്ളേരുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്ക് നമുക്ക് ലിപ് ബാം കൊടുക്കാൻ പറ്റും. അത് ഓറഞ്ചിൻ്റെ, കോക്കനട്ട്, സ്ട്രോബെറി, മിൻറ്റ്, വാനില, അത് 5 സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഷിയ ബട്ടറും വൈറ്റമിൻ ഇയും SPF പ്രൊട്ടക്ഷനും ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ SPF പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുഖമൊക്കെ പ്രൊട്ടക്ട് ചെയ്തു, പക്ഷെ ചുണ്ടിലും ആ SPF വേണം. കാരണം അതും വെയിൽ കൊള്ളുന്ന ഭാഗമാണല്ലോ. അപ്പൊ അത് നമ്മൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ഐബ്രോ പെൻസില് ബ്ലാക്ക് ഉണ്ട്, ഇപ്പൊ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതിലും കാസ്റ്റർ ഓയിൽ ഉണ്ട്, ഷിയ ബട്ടർ, ജോജോബ ഓയിൽ, അങ്ങനെയുണ്ട്. പിന്നെ ലിക്വിഡ് സിന്ദൂർ, ക്വിക്ക് ഡ്രൈ വാട്ടർ പ്രൂഫ്, ഞാൻ തൊട്ടിരിക്കുന്നത് ലിക്വിഡ് സിന്ദൂറാണ്. അത് ഇനിയിപ്പോൾ ഞാൻ മുഖം കഴുകിയാലും മറ്റേ
വൈപ്പർ ഇട്ട് തുടച്ചാൽ മാത്രമേ അത് പോവുള്ളൂ. ഇത്തിരി ഒട്ടലുണ്ട് അതിന്. അപ്പോൾ അത് അവിടെ ഇരുന്നോളും. അത്യാവശ്യം മുഖം കഴുകിയാലും നമുക്ക് അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കീസോളിലുള്ളത്. പിന്നെ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അടിമുതൽ മുടി വരെ എന്നാണ് ഒരു പ്രോഡക്റ്റും കൂടെ ഞാൻ പറയട്ടെ. അത് നൈസ ഫുഡ് ക്രീമാണ്. കാലില്ലാതെ ക്യൂട്ടക്സിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നൈസ ഫുഡ് ക്രീമും കൂടെ നമ്മൾ യൂസ് ചെയ്യുക. എന്നുവെച്ചാൽ കാല് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പലർക്കും കാല് വിള്ളലിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് വരെ അവരത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ വിറ്റമിൻ ഡിയും എയും ഡിയും ഒക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് എടുക്കുന്ന ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കീസോളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 7:30 ആയി. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ആളുകൾക്കും നന്ദി. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. JRCM, ഗുഡ് RCM. ഓവർ ടു സുരേഷ് സാർ. സൂപ്പറായില്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല അടിപൊളി ക്ലാസ്. ഇനിയിപ്പോ നമുക്ക് പറയാം. നമ്മുടെ വിജയകരത്തെ കീസോൾ ട്രെയിനറായിട്ട് ആദ്യം വാട്ട് ഷീ വാസ് എന്താർന്ന് രാധിക ഒരു കൊല്ലം ആദ്യം ഞങ്ങ ആലുവ മണപ്പുറത്താണ് ഞാൻ രാധികനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. സജിത് ഭായ് സാറ് അന്ന് അവിടെ ഒരു കട അല്ലെങ്കിൽ ഒരു ഏരിയ ഫുൾ എടുത്തിട്ട് സെയിൽസ് നടത്തി. അതിൽ 10 പേരെന്നെ സെലക്ട് ചെയ്ത് ആ 10 പേരിൽ നിന്ന് ഒരു വ്യക്തിയാണ് രാധിക. വാട്ട് ഷീ വാസ് ആൻഡ് വാട്ട് ഷീ ഈസ് ടുഡേ. വാട്ട് ഷീ വാസ് ആൾക്കാര് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. രാധികക്ക് വളരെ വളരെ അധികം ചേഞ്ചസ് വന്ന് കഴിഞ്ഞു. ഈ ചേഞ്ചസ് ആണ് RCMൽ വരുമ്പോ ചേഞ്ചസ് വന്നില്ലെങ്കിൽ വിച്ച് മീൻസ് യു ഹാവ് നോട്ട് ഗ്രോൺ. നിങ്ങൾ വളർന്നിട്ടില്ല, നിങ്ങൾ മാറിയിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ as far as she is concerned, she has grown. ഗ്രോത്ത്, വളരെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അന്നെന്താണ് ഇന്നെന്താണ് ചെയ്യുന്നത്. എനിവേ ഗ്രേറ്റ് രാധിക. ഈ 4 ഹൈജീൻ 4 സെക്ഷൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ഡീപ്പായിട്ട്, വളരെ ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ആഡ് ഓൺ എന്ന് പറയണം എന്റെ അഭിപ്രായത്തിൽ. ആഡ് ഓൺ ഒരു പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ആ പ്രോഡക്റ്റിനെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് റിസർച്ച് ചെയ്യണം. റിസർച്ച് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്, യു ഹാവ് ടു ഡീവ് ഇൻ ടു ഇറ്റ് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് യുവർ ഓൺ സൊല്യൂഷൻസ്. നമ്മുടേതായ കണ്ടുപിടുത്തങ്ങൾ അതിൽ ചെയ്തിരിക്കണം. അത് രാധിക കുറച്ച് ചെയ്തിട്ടുണ്ട്. എനിവേ ഗ്രേറ്റ് രാധിക, കീപ് ഇറ്റ് അപ്പ് ആൻഡ് ട്രൈ ടു ബി എ ഗ്രേറ്റ് ലീഡർ ഇൻ RCM. ഓവർ ടു സുരേഷ് സാർ. താങ്ക് യു സർ. വളരെ നല്ല രീതിയിൽ സാറെ നമുക്ക് സാറ് എത്തിയിട്ടുണ്ട്. സാറ് കുറച്ച് രാധികാവേളത്തിന്റെ ക്ലാസ് കേട്ടു. സാറിന്റെ വിലയേറിയ അഭിപ്രായം എല്ലാവർക്കും നമസ്കാരം. JRCM ജയ്ക്കീസോൾ രാധിക മാഡം, വെരി ഗുഡ്, സൂപ്പർ. ഞാൻ ക്ലാസ് അവിടുന്ന് ഇറങ്ങി ഒടുങ്ങിയ സമയം മുതൽ വീട്ടിലെത്തുന്നവരെ കേട്ടു. വളരെ വണ്ടർഫുൾ ആയി. രാധിക മാഡം എത്ര മനോഹരമായിട്ട് എന്താ മാറി എന്നുള്ളതാണ്. വളരെ ചേഞ്ച്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ശരിക്കും ട്രാൻസ്ഫോമിങ്. അതായത് നമ്മളുടെ ആ ഒരു ലൈഫിന്റെ സംസാരത്തിന്റെ രീതി, ആ സംസാരത്തിന്റെ ആ ഒരു ക്വാളിറ്റി, ഓരോ വാക്കുകളുടെ ക്വാളിറ്റി ഇതൊക്കെ ഞാൻ ശരിക്കും കേട്ടു. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ മാഡം കീസോളിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ, അതായത് ഒരു ട്രെയിനർ പ്രസന്റ് ചെയ്യണ അതേ രീതിയിൽ തന്നെ വളരെ പക്വതയോടുകൂടി വളരെ ബ്രീഫായിട്ട്, എന്നാൽ അയാളുടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഓരോ വാക്കുകളും വളരെ വ്യക്തമായിട്ട് തന്നെ മാഡം പറഞ്ഞ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ട്രെയിനിങ്, ഒരുപാട് ക്ലാസ്സുകൾ മാഡം കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. കാരണം നന്നായിട്ട് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും
വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നല്ല ക്ലാസ്സുകളിൽ മറ്റുള്ളവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് മാഡം ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നല്ലൊരു എഫർട്ട് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇത് ഒരാൾക്ക് വെറുതെ ചുമ്മാ വന്നിരുന്ന് പറയാൻ പറ്റുന്നില്ല. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമേ മാത്രം പറയാൻ പറ്റുള്ളൂ. എനർജി ചാർജിന്റെ ഈ സോളിനെ കുറിച്ച് വെറുതെ ചുമ്മാ പറയാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നന്നായിട്ട് മാഡം വെൽ ആയിട്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. അറിയാം മാഡം, കൺഗ്രാജുലേഷൻ. എപ്പോഴും പറയാറുണ്ട് രാധിക മാഡത്തിനെ കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യമാണ്. കാരണം എന്താ, നമ്മുടെ കീസോള് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് രാധിക മാഡമാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് തന്നെ നമ്മൾക്ക് ശരിക്കും അത് രാധിക മാഡത്തിന്റെ ആ ഒരു അപ്പിയറൻസിൽ മനസ്സിലാവും. തീർച്ചയായിട്ടും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്തതിന്റെ റിസൾട്ട് നാളുകളിലാണ് നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് വന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മള് നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും, ഞാൻ പറയുന്നു കീസോളിന് മാത്രമല്ല രാധിക മാഡം പഠിക്കുന്നത് എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച്. എനിക്ക് രാധിക മാഡം സംസാരിക്കുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെ ഷോളി മാഡത്തിന്റെ കാര്യമാണ് ഓർമ്മ. ഷോളി മാഡം നല്ലൊരു അടിപൊളി ലീഡറാണ്, നല്ലൊരു ബെസ്റ്റ് ട്രെയിനറാണ്. മാഡത്തിന്റെ ക്ലാസ്സിൽ ഞാൻ ഇത് നന്നായിട്ട് കേൾക്കാറുണ്ട്. അപ്പോ മാഡം ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആണ് മാഡം അവതരിപ്പിക്കുന്നത്. ഒരു തവണ പെയിന്റ് ആണെങ്കിൽ മറ്റൊരു മുഖവുമായിട്ട് ഷോളി മാഡം ഡ്യൂട്ടി ചാർജ് ആയിട്ട് വരും. പിന്നെ ഒരു തവണ കീസോൾ ആയിട്ട് വരും. പിന്നെ ഒരു തവണ വരുന്നത് ബോഡി സ്കാനിങ്ങിന്റെ ക്ലാസ് ആയിട്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഷോളി മാഡം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതേ രീതിയിലുള്ള ഒരു ക്ലാസിന്റെ ഒരു എഫക്റ്റ് മാറി എനിക്ക് ആ ഒരു ഫീൽ ചെയ്തു മാഡത്തിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. ഓരോ കീസോള് മാത്രമല്ല, കീസോളിൽ മാത്രം നിൽക്കരുത്. ബാക്കി എല്ലാ സെഗ്മെന്റ്സും മീൻസ് ഈവൻ ഒരു പെയിന്റിനെ കുറിച്ചും മാഡം നന്നായിട്ട് പഠിക്കണം. നല്ല പ്രസന്റേഷനിലൂടെയും നല്ല ഇതിലൂടെയും പെയിന്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അത് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു പഠനം തന്നെ മാഡത്തിന്റെ ഒരു ബിസിനസ്സിൽ മാറ്റം ഉണ്ടാവും. നമ്മള് നന്നായിട്ടൊരു കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ഒരാളായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ്സിന് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. ബിസിനസ് പർച്ചേസ് വോളിയം കൂടും. നമ്മുടെ ടീമിൽ അത് നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും. എന്തായാലും അടിപൊളി. ഭയങ്കര ഇഷ്ടപ്പെട്ടു മാഡത്തിന്റെ ക്ലാസ്. ഞാനത് കുറച്ചു നേരം കേട്ടോ, ഞാനത് മിസ്സായെന്ന് എനിക്ക് തോന്നി.